തുടങ്ങട്ടെ സാറേ. തുടങ്ങിയോ? ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ സിസ്റ്റർ മോസി. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ സാറിന്റെ വെബിനാറുകളും ക്ലാസ്സുകളും ഒക്കെ കൂടാറുണ്ട്. ഒരു വർഷത്തോളമായിട്ട് സാറിന്റെ എല്ലാ ക്ലാസ്സുകളും വെബിനാറുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ അത് തന്നെ ഒത്തിരിയധികം എന്നെ തന്നെ അറിയുവാനും എന്റെ ചിന്തകളെ അറിയുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പൊ പുതിയ മൈൻഡ് മാസ്റ്ററി ക്ലാസ്, മൈൻഡ് മാസ്റ്ററിയുടെ ഫ്രീ വെബിനാർ 3 കൂടി, അത് ഒത്തിരി നന്നായിട്ട്, അല്ല ഒത്തിരി നന്നായിട്ട് 2 കൂടി ഒത്തിരി നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ 3-ാമത്തെ ക്ലാസ്സാണ് ഇത്. സാറിന്റെ ഓരോ ക്ലാസ്സുകളും ഓരോ പുതിയ ഐഡിയ ആണ് വരുന്നത്. പഴയ സാർ ഒരിക്കലും ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ കേട്ടിട്ടില്ല. ഓരോ പ്രാവശ്യവും ഓരോ പുതിയ ഐഡിയയാണ് വരുന്നത്, ഓരോ പുതിയ ആശയങ്ങളാണ് സാർ വരുന്നത്. അത് എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്, ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. സാറിന്റെ ഓരോ ക്ലാസ്സുകളും കൂടാനുള്ള താല്പര്യത്തോടുകൂടി മുന്നോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഇനി വരുന്ന മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ചേർന്ന നിങ്ങൾ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ നിന്നും ഒത്തിരി ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ മേഴ്സി. ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്നവരും ഉണ്ടായിരിക്കും. പിന്നെ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ആൾക്കാരും കാണാം. ക്ലാസ്സിലും ഫ്രീ വെബിനാറൊക്കെ കിട്ടിയവരും. അപ്പോൾ ഓരോ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു രീതികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ടോപ്പിക്ക് ഹിപ്നോതെറാപ്പി ഇൻ മൈൻഡ് മാസ്റ്ററിയാണ്. ഹിപ്നോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്കൊക്കെ പേടി വരും. കാരണം ഞാൻ ആദ്യ കാര്യങ്ങൾ കൗൺസിലിംഗ് ഒരു 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്നോതെറാപ്പി എന്നും അതും കൂടെ ഞാൻ എൻ്റെ കാർഡിൽ എഴുതിയിരുന്നു. അത് കണ്ടിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി അതിൻ്റെ പേരിൽ വരാത്ത ആൾക്കാരുമുണ്ട്. അപ്പം ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ കുറേ മിത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പല ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇവിടെ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ പലരോടും പറയുന്നത്, നിങ്ങൾ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വരണ്ട, വെറുതെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി. ഇനി അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അറിയാമല്ലോ, നിങ്ങളൊക്കെ മിക്കവാറും അധികം ആൾക്കാരും ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരും സൈക്കോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഇതുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്കറിയാം. അപ്പം ഹിപ്നോതെറാപ്പി എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഹിപ്നോസിസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഈ സർക്കസുകാർ അല്ലെങ്കിൽ മാജിക് ഷോ നടത്തുന്ന ആൾക്കാർ അവരൊക്കെ ഹിപ്നോസിസ് ഒക്കെ ചെയ്യാറുണ്ട്. അതല്ല കേട്ടോ ഇവിടെ വളരെ ലളിതമായിട്ട് ഈ പറയുന്ന ഹിപ്നോസിസും അല്ലെങ്കിൽ ഹിപ്നോട്ടിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങളിലേക്ക് ഒരു കാര്യം, ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡയറക്റ്റ്ലി കയറ്റുന്നതിനാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഞാനിവിടെ ഹിപ്നോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നേച്ചാൽ മതി, ഡയറക്റ്റ്ലി അങ്ങോട്ട് പോയിക്കോളൂ. ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഹിപ്നോസിസ് കൂടെ കടത്തിവിടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഹിപ്നോസിസ് കൂടെ തന്നെ പോകും, പ്രൊവൈഡഡ് ഞാൻ പറയുന്ന പോലെ ഇരുന്നാൽ മതി. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്താൽ മതി. ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ മുഖത്ത് മാത്രം നോക്കണം. എന്ന് പറഞ്ഞാൽ ഒബ്സേർവ് മൈ മൗത്തിൻ്റെ പറഞ്ഞ ചുണ്ടുകളുടെ മൂവ്മെന്റ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. യു വിൽ ഗോ ടു ഹിപ്നോട്ടിക് സ്റ്റേറ്റ്. അങ്ങനെയാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, സൈക്കോളജിയെ പറ്റിയോ സോഷ്യോളജിയെ പറ്റിയോ എനിത്തിങ്, നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പോലും എല്ലാം എംപ്റ്റി ആക്കണം.
യു ഷുഡ് ബി ഹിയർ വിത്ത് എ എംപ്റ്റി ബക്കറ്റ്. അറിയാമല്ലോ, നിങ്ങൾ പാല് വാങ്ങാൻ പോവുകയാണെങ്കിൽ പാത്രം കഴുകി ക്ലീൻ ആക്കിയല്ലേ കൊണ്ടുപോകും. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പാല് സ്പോയിൽഡ് ആകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാലിൻ്റെ ക്വാളിറ്റി പോകും. അപ്പൊ എംപ്റ്റി പാത്രം എന്ന് പറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഏതായാലും 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളാണെന്നും അറിയാം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വന്നത്? അങ്ങനെയാണെങ്കിൽ യുവർ മൈൻഡ് ഹാസ് ടു ബി എ എംപ്റ്റി ബക്കറ്റ്. അങ്ങനെ അല്ല, എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കാനേ പാടില്ല. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നോടും നിങ്ങളോടും ചെയ്യുന്ന ഒരു ക്രൈമാണ്. എന്നെ വിശ്വസിച്ച് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എന്ത് വിഷയമാണ് പറയാൻ പോകുന്നത്, ആൻഡ് ദിസ് കുഡ് ബി യൂസ്ഫുൾ ടു യു. അപ്പം നിങ്ങൾ ബക്കറ്റ് എംപ്റ്റി അല്ലെങ്കിൽ ആ ബക്കറ്റിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇടുന്നത്? മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്ന കാര്യം അല്ലേ? ബക്കറ്റ് എംപ്റ്റി അല്ലെങ്കിൽ ഞാൻ ഇടുന്ന സാധനങ്ങൾ അപ്പം തന്നെ സ്പോയിൽഡായി. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്പോയിൽഡ് ആയിട്ടുള്ള മെസ്സേജാണ്. എൻ്റെ മെസ്സേജ് ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ ഇപ്പം മൈൻഡ് മാസ്റ്ററെ പറ്റിയാണ് പറയുന്നത്, ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് നോക്കാം എന്താണ് സാറ് പറയുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കുന്നെങ്കിൽ അത് അവിടെ ഓൾറെഡി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നു. കമ്പാരിസൺ ഒരു ലേണിംഗ് അല്ല. നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ടീച്ചറെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കൊന്നും ഇല്ല ഇല്ലേ? LKG സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സാർ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ സ്വീകരിക്കാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഡയറക്ട്ലി ഇറ്റ് ഗോസ് ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം മൈൻഡ് മാസ്റ്ററിയുടെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ ഇതാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളത്. പ്രശ്നങ്ങൾ കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അല്ലെങ്കിൽ അൺകോൺഷ്യസ്. പല വാക്കുകൾ ഉപയോഗിക്കും പലരും. നമുക്ക് 2 മൈൻഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ. ഒരു മൈൻഡ് കോൺഷ്യസ് മൈൻഡാണ്, ഒരു മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡാന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കാലം നിങ്ങൾ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. കുറേ പഠിച്ചു കഴിയുമ്പോൾ കേട്ടിട്ടില്ല നിങ്ങൾ, സർക്കസ് കളിക്കുന്നവർ വളയത്തിൽ കൂടെ ചാടുന്നു, വളയം ചെറുതാക്കുന്നു, പിന്നെയും ചെറുതാക്കുന്നു, പിന്നെയും ചെറുതാക്കുന്നു, പിന്നെ അവസാനം എന്ത് ചെയ്യും അവർ? കേട്ടിട്ടില്ലേ? പിന്നെ അവർ വളയമില്ലാതെ ചാടും. തമാശ കേട്ടോ. ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിരിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ സീരിയസ്നെസ് പോകും. അതുകൊണ്ട് ബലം പിടിച്ചിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ആദ്യം ഞാൻ ഇത്രയും വട്ടമുള്ള വളയത്തിൽ കൂടെ ചാടും, പിന്നെ അതിൻ്റെ വട്ടം ചെറുതാക്കാം, പിന്നെയും ചെറുതാക്കും. ഇല്ലേ, സർക്കസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവസാനം ഇത്രയും ഉള്ള വലിപ്പത്തിൽ ഉള്ളത് കിടും. അപ്പൊ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇനിയും ചെറുതാക്കിയിട്ട് വട്ടമില്ലാതെയും ചാടും. ആരാൻ വിടുക്കാൻ? അപ്പൊ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ എത്തുന്ന. സൈക്കോളജി പഠിച്ച് അത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണ്ട, മായ്ച്ചു കളയേണ്ടതാണ്. സത്യത്തിൽ നമുക്ക് മനസ്സില്ല കേട്ടോ. ഇറ്റ്സ് എ ക്രിയേഷൻ ബൈ യു ആൻഡ് ഐ. അങ്ങനെ ഒരു സംഗതിയില്ല. ഒരു സംഗതികളും ലോകത്തിലില്ല. എല്ലാം ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ വേണ്ടാത്ത പലതും നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് നമ്മൾ മനുഷ്യരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുമ്പം പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മുകളിലിരിക്കുന്നു കോൺഷ്യസ് മൈൻഡ്. ഞാനിങ്ങനെ മുകളിൽ നിന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ നോർത്തണം കേട്ടോ. മുകളിലത്തെ മൈൻഡ്. ആദ്യം ഞാൻ ഈ പറയുന്ന സംഗതികൾ നിങ്ങളുടെ
മുകളിലത്തെ മൈൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിലേക്കാണ് കയറുന്നെങ്കിൽ അതിന് സൈക്കോളജിസ്റ്റ് എല്ലാം കൂടെ പേരിട്ടിരിക്കുന്നത് ക്രിട്ടിക്കൽ മൈൻഡ് എന്നാണ്. ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ മൈൻഡ് എന്ത് കിട്ടിയാലും ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ആ ക്രിട്ടിസിസ് ഇല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ, ക്രിട്ടിസിസം വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ തലയൊന്നും കയറിയില്ല. അപ്പൊ തലേ കയറണം എന്നുള്ള ആവശ്യക്കാർ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കണം. ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡിനെ മൂടി വെക്കണം. അപ്പൊ മൈൻഡ് മാസ്റ്ററിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. പല ടൂൾസ് ഉപയോഗിക്കും, 4-5 ടൂൾസ് ഉണ്ട്. അതിലെ വൺ ഓഫ് ദ ടൂളാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സംഗതികൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ആദ്യം ചെല്ലും, നിങ്ങൾ കുറെ ക്രിട്ടിസൈസ് ചെയ്യും. ഇതൊക്കെ ശരിയാണോ, നടക്കാൻ പോകുന്ന കാര്യമാണോ, എന്നാലും വേണ്ടില്ല, പൈസ കൊടുത്ത് ക്ലാസ്സിൽ ചേർന്നതല്ലേ, ഒന്ന് കേട്ടേക്കാം എന്നിങ്ങനെ കുറേ സംസാരങ്ങൾ ഉള്ളിൽ നടന്നിട്ട് പിന്നീട് ഞാൻ വീണ്ടും പറയും, എന്ത് പറ്റി? അയ്യോ സാറേ, ഞാൻ പറഞ്ഞു കേട്ടു, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാനൊരു വീട് പണിയാൻ വേണ്ടി പ്ലാൻ ഇട്ടു, അല്ലെങ്കിൽ ഒരു PhD എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ ആൽക്കഹോളിസം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചിലതൊക്കെ പ്ലാൻ ഇട്ടു. ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, വിഷ്വലൈസ് ചെയ്തു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ മൈൻഡിലാണ് ആ സാധനം ഇപ്പോഴും കിടക്കുന്നത്. ക്രിട്ടിക്കൽ മൈൻഡിൽ എന്ത് കിടന്നാലും നടക്കത്തില്ല. ഈ സാധനം താഴത്തെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരണം. അപ്പൊ സബ് കോൺഷ്യസിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞത്. ആ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഹിപ്നോതെറാപ്പിക്ക് കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ മാത്രം നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ യു വിൽ ബി ഒബ്സർവിങ് മീ. ഒബ്സർവ് ചെയ്യാന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാതെ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രമേ അതിന് പൂർണ്ണമായ മീനിങ് കിട്ടത്തുള്ളൂ. നിരീക്ഷിക്കാന്ന് പറയുന്നത്, നിരീക്ഷിക്കാന്ന് പറഞ്ഞാൽ വേറെ മീനിങ് അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കും. അതിവിടെ ജസ്റ്റ് ഒബ്സർവ്. ഒരു ഉദാഹരണം അല്ലെ 2 ഉദാഹരണം ഞാൻ പറയാം. എന്താണ് ശരിയാണ്. നിങ്ങൾ വൈകുന്നേരം ഒരു കടൽ തീരത്ത് പോയിട്ട് പടിഞ്ഞാറേക്ക് നോക്കി നിൽക്കുക. ചക്രവാളം, ചുമന്ന സൂര്യൻ കണ്ടോണം കേട്ടോ. നിങ്ങൾ നിൽക്കുന്നു കടൽ തീരത്തില്, പടിഞ്ഞാറ് വശത്താണല്ലോ നമ്മുടെയൊക്കെ കടൽ. പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചുമന്ന് നിൽക്കുന്ന സൂര്യൻ സാവകാശം താഴേക്ക് പോകുന്നു. യു ആർ ഓൺലി സീയിങ് ദാറ്റ്. നിങ്ങളത് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോകും. അപ്പോൾ നീയെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ആ സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങളില്ല അവിടെ, നീ ഇല്ല അവിടെ. അപ്പൊ ഞാനില്ലാത്ത ഞാനെന്ന് പറയുന്നതാണ് ഈ കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഞാനില്ലാത്ത ഒരവസ്ഥയില് ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ അവിടെ ഒന്ന് കേട്ടിട്ട്. അപ്പൊ ഞാനില്ലാത്തൊരു അവസ്ഥയായി തീർന്നെങ്കിൽ മാത്രമേ, ഞാനെന്ന് പറയുന്നതാണ് കോൺഷ്യസ് മൈൻഡ്, അതില്ലാത്തൊരു അവസ്ഥയിൽ മാത്രമേ ഞാൻ കേട്ടതും കണ്ടതും ടേസ്റ്റ് ചെയ്തും ഫീൽ ചെയ്തും എല്ലാം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുള്ളൂ. കാരണം എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് മുഴുവൻ ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഷ്യസ് മൈൻഡ്, അതാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. ആര്? എൻ്റെ ശരിക്കുള്ള ഞാനെന്ന് പറയുന്നതാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഞാനിനെ മുകളിലത്തെ ഞാനാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് പോകാൻ ശരിയല്ല, അതത്ര ശരിയുള്ള കാര്യങ്ങളൊക്കെ.
മുകളിലത്തെ പാർട്ടി അത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അവിടെ കോൺഷ്യസ് മൈൻഡ് പിന്നെ ഇല്ല, അവിടെ ഒന്നുമില്ല. പറയുന്നത് മുഴുവൻ അങ്ങനെയാണല്ലോ കൊച്ചു കുട്ടികള്. കുഞ്ഞു കുട്ടികളോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ മൊത്തം അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കും. പക്ഷെ ഒരു 12 വയസ്സ് 13 അല്ല, ചിലർക്കൊക്കെ ഇപ്പോൾ ഒരു 7 വയസ്സ് കഴിഞ്ഞാലും അങ്ങനെയാണ്. 7 വയസ്സ് കഴിഞ്ഞാലും ആ അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ഇല്ലേ? കൊച്ചു കുട്ടികൾ പറയാൻ തുടങ്ങിയപ്പം അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അപ്പൊ അതാണ് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ മൈൻഡൊക്കെ ഒരു 8-7 വയസ്സാകുമ്പോഴത്തേക്കും ഡെവലപ്ഡ് ആയി. അത് ക്രിട്ടിക്കൽ മൈൻഡായിട്ട് മാറി. അപ്പൊ അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കയറത്തില്ല. അതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ട് പേരൻസ് പറയുന്നത്, എൻ്റെ സാറേ ഞാൻ ഇവനെ കൊണ്ട് മടുത്തു, എന്ത് പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറിയല്ല. അവൻ്റെ തലയിൽ കയറിയാലെന്ന് പറഞ്ഞാൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്നെങ്കിൽ മാത്രമേ അതൊരു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, തോട്ട്സ് ആർ തിങ്സ് എന്ന് പറയും. അത് തിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ വരണം. ഇല്ലെങ്കിൽ അത് തിങ് ആകുകയില്ല, മുകളിൽ കടന്ന് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ബി ഓൺലി ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് ആയിട്ട് കിടക്കും അവിടെ. ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അതെങ്ങനെയാ ശരിയാകുന്നത്, ഇതെങ്ങനെയാ ശരിയാകുന്നത്, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അവനെന്ത് വിചാരിക്കും, ഇവളെന്ത് വിചാരിക്കും. ഇങ്ങനെ ഒരു സാധനം താഴെ പോയി രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുക, ക്രിട്ടിക്കൽ മൈൻഡ്. അപ്പോൾ മൈൻഡ് മാസ്റ്ററിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്, മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അധിപനാകുക എന്നുള്ളത്, മൈൻഡിൻ്റെ ഉടമസ്ഥനാകുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഉടമസ്ഥനല്ല, മൈൻഡിൻ്റെ ഒരു സ്ലേവാണ് നമ്മളൊക്കെ. അവൻ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, ചെയ്യുന്നത്. അവൻ പറയും ഇതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ യെസ്, കാര്യമില്ല. 55 വയസ്സായി, ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, 5 സ്റ്റാർ ഹോട്ടൽ ഫ്രീ ആയിട്ട് ഒരു ഭക്ഷണം കിട്ടി, ഇഷ്ടംപോലെ ഐസ്ക്രീം പുഡിങ്ങൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ മൈൻഡ് പറയുന്നു, എടാ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന നീ കഴിച്ചു, ചാടിപ്പോയി കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു സുബോധം ഉണ്ടായിട്ട് പറയും, അയ്യോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണല്ലോ എന്നൊക്കെ പറയും. അപ്പോഴും താഴത്തെ മൈൻഡ്, അല്ല ഈ ക്രിട്ടിക്കൽ മൈൻഡ് പറയും, അത് കുഴപ്പമൊന്നുമില്ല, നീ കഴിച്ചോ, ഞാനായിട്ട് കഴിയും. നിന്റെ പിൽസ് ഉണ്ടല്ലോ വീട്ടില്, 2 എണ്ണം കഴിക്കടാ, അത്രയല്ല പ്രശ്നമുള്ളൂ. നല്ല ഐഡിയ ഉണ്ട്. ഭാര്യയില്ല, കുട്ടികളില്ല, ഭർത്താവില്ല, ആരുമില്ല, അടുത്ത തന്നെ കഴിച്ചു. 2ാമത്തെയും കഴിച്ചു, 3ാമത്തെയും കഴിച്ചു. ഈ 2ാമത്തെയും 3ാമത്തെയും കഴിക്കുന്നതിന്റെ പേരാണ് ആർത്തി എന്ന് പറയും. അതാണ് ആർത്തി. അപ്പൊ ഈ ആർത്തിയിൽ പല പേരുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ആ ചേത്താന്റെ പേരാണ് ആർത്തി. ആർത്തി കയറി നിങ്ങളുടെ കഴുത്തെ കയറി പിടിക്കും, തിന്നടാ എന്ന് പറയും, അല്ലെ തിന്നടി എന്ന് പറയും. തിന്നും. തിന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചില ഞാൻ പറയാൻ പോയ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില ആൾക്കാരൊക്കെ, കാരണം ഹെയ്ത്തി, ഈ ഗ്രാൻഡ് ഹെയ്ത്തിയിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ ഇപ്പം 4500 രൂപയ ഉച്ചക്കത്തെ ഒരു ഭക്ഷണത്തിന്. അപ്പൊ ഒരു ബർത്ത്ഡേക്കൊക്കെ വിളിക്കുമ്പോൾ 4500 രൂപ കൊടുത്ത്, അപ്പൊ ബർത്ത്ഡേ പാർട്ടിക്ക് 100 പേരെ 50 പേരെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരോട് പറയും, എനിക്കറിയാം ഇത് 4500 റുപ്പീസിന്റെ ഭക്ഷണമാണ് തരാൻ പോകുന്നത്, എല്ലാം കഴിച്ചോണെന്ന് പറയും. നമ്മളെ മുതലാക്കി എടുക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടുന്നതെല്ലാം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ക്ലോസറ്റിൽ പോയിട്ട് വെള്ളമായിട്ടിട്ട് ഛർദ്ദിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ആരാണ് ഈ മൈൻഡ് എന്നൊക്കെ പറയുന്ന പാർട്ടി? ഏതിനും അവര് തയ്യാറാകും. ഇനി വരുന്നയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ മൈൻഡ് ചെയ്യുന്ന ഭയങ്കര ഡേഞ്ചറസ് സാധനമാണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന്റെ അധിപനാകണം എന്നുണ്ടെങ്കിൽ
ഈ ക്രിട്ടിക്കൽ മൈൻഡിനെ വട്ടപൂജ്യമാക്കണം. അപ്പൊ അതിനെ വട്ടപൂജ്യമാക്കാൻ വേണ്ടിയിട്ടാണ് പല ടെക്നിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഒരു 6 ദിവസത്തെ ക്ലാസ്സിൽ ചെയ്യാം. അല്ല, നിങ്ങളിപ്പം ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ചേരുമായിരിക്കും, പിന്നെ ചേർന്നവരും കാണുമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് പറയുന്ന. അല്ലാത്തവർക്ക് അടുത്ത പ്രാവശ്യം പിന്നെ എപ്പോഴെങ്കിലും ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ പല ഫ്രീ വെബിനാറൊക്കെ കൂട്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ, വേണമെങ്കിൽ ഇവരുടെയൊക്കെ കൂടുന്നവരുടെയൊക്കെ നമ്പർ കുറിച്ചെടുത്തോണ്ട് പോക്കൂ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് പറയും, അവർ പറയും, ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വേണമെങ്കിൽ ചേരാം. അതുകൊണ്ട് ഇപ്പം അതിനെപ്പറ്റി ഒന്നും തീരുമാനിക്കേണ്ട. ഇപ്പം കാരണം വെച്ചാൽ ക്രിട്ടിക്കൽ മൈൻഡ് മൊത്തം ഒന്നും പോയിട്ടില്ല, ഇപ്പം അവിടെ കിടപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേ വേണ്ട. മൈൻഡ് മാസ്റ്ററി വിട്ടേര്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം, മൈൻഡ് മാസ്റ്ററി എന്നുള്ള വാക്കേ ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാകും, ചിലപ്പോൾ ഇപ്പം തന്നെ ഏറ്റു. പക്ഷേ ഇത് മൈൻഡ് മാസ്റ്ററിയുടെ ഫ്രീ വെബിനാർ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനത് മൈൻഡ് മാസ്റ്ററിയും കൂടെ എഴുതി വെച്ചിരുന്നത്. ഇല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ച ഇതിനകത്ത് കുറച്ച് മൈൻഡ് മാസ്റ്ററിയെ പറ്റിയൊക്കെ പറയും, അതും കൂടെ കേട്ടേക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഗുണം നിങ്ങൾ കിട്ടിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അധിപനാകുക എന്നുള്ളതാണ്. യു ഷുഡ് ബിക്കം എ മാസ്റ്റർ ഓഫ് യുവർ മൈൻഡ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്ലേവാണ്. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. നിങ്ങളെ എന്താണ് സ്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കുറേ നെഗറ്റീവ് ഇഷ്യൂസ് നമുക്കുണ്ട്. ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, ഇല്ലെങ്കിൽ കൈ പൊക്കിക്കണം കേട്ടോ. സങ്കടമുണ്ട്, പേടിയുണ്ട്, അസൂയുണ്ട്, പിന്നെ ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നു, ഭയങ്കര ടെൻഷനും. ഞാൻ ഒരു സ്ത്രീ എന്നേ പറയുന്നുള്ളൂ. ഒരാൾ വന്ന് കുടിക്കും, അവരൊന്നും ഇത് കേൾക്കാൻ പോകുന്നില്ല, കേട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പൊ വീട്ടിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ അങ്ങ് ടെൻഷൻ മൂത്ത് കഴിഞ്ഞാണ്ടല്ലോ മെമ്മറി ലോസ്, ഒരു കാര്യം ഓർക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കറിയാം എന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറയും ടെൻഷനാന്ന് പറയും. ആ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകത്തൊരു ഡെഫിനിഷൻ ഇല്ല. ഏത് കാര്യത്തിനും നിങ്ങൾ ടെൻഷനാന്ന് പറയും. ഒരു ഗസ്റ്റ് വരുന്നത് കേൾക്കുമ്പോഴേ അയ്യോ ടെൻഷൻ. മകള് ഗർഭിണിയാന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനായി. ആൺകുട്ടിയാ ജനിക്കാൻ പോകുന്നത് പറയുമ്പോൾ തന്നെ ടെൻഷനായി. അപ്പൊ ടെൻഷൻ എന്നുള്ളതിന് പ്രത്യേക ഒരു മീനിങ് ഇല്ല. നിങ്ങളുടെ വീട്ടിലൊരു പശുവുണ്ട്, ഒരു പൂച്ചയുണ്ട്, അത് പ്രസവിക്കാൻ പോകുന്നത് കേൾക്കുമ്പോഴേ ടെൻഷനായി. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയ്ക്കാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകം അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുകയില്ല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. അപ്പൊ ഈ പാർട്ടി ടെൻഷനാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല. ടെൻഷനാണ്, ഇപ്പൊ സാറിന്റെ സഹായം ആവശ്യം. ഇവിടെ വന്നപ്പോൾ വീട്ടുകാരും കൂടെ കൂട്ടത്തിലുണ്ട്. ഒരു ഓർമ്മയില്ല, എല്ലാം മൊത്തം മറവിയാണ് ആ സ്ത്രീക്ക്. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇവർക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ബൈക്ക്, ഒരു സ്കൂട്ടറോ ബൈക്ക് ഏതാണ്ട് വന്നിട്ട് ഇടിച്ചിട്ട് അവര് വീണ അതോടുകൂടി ആ പേടി ഉള്ളിൽ കയറിയിട്ട് ടെൻഷൻ മൂത്ത് നടക്കണം. അപ്പൊ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാന്നുള്ള ധാരണയിൽ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് അതൊരു 10-15 മിനിറ്റ് സംസാരിച്ചു. റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തി ഞാൻ ടെൻഷൻ്റെ തെറാപ്പി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് മുഖത്ത് യാതൊരു പ്രകാശവും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ടെൻഷൻ കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നേരെ അതിൻ്റെ മുഖം അങ്ങോട്ട് വികൃതമായി. എങ്ങനെ പറയൂന്നറിയാതെ കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ വണ്ടി ഇടിച്ചതല്ലേ പ്രശ്നം, വേറെ വല്ല പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറേ കാലമായിട്ട് 10-25 വർഷമായിട്ടുള്ള ഞാൻ പറഞ്ഞ ഒരു നുണ ഇപ്പൊ അത് വെളിച്ചത്തായി. എങ്ങനെയുണ്ട് ഇത്? കഴിഞ്ഞ പിന്നെ ഞാൻ ചോദിച്ചു, വെളിച്ചത്തായി എന്ന് പറഞ്ഞാൽ വലിയ തലപോന്നിട അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നുമില്ല.
അപ്പൊ ആരെങ്കിലും ഇങ്ങനെ നിന്റെ നോട്ടത്തിലോ പ്രവൃത്തിയിലോ നിന്നെയൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷേങ്കിൽ അവരെന്നെ കളിയാക്കുവോ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ കയറി. കളിയാക്കുന്നല്ല, അവരുപയോഗിച്ച വാക്ക് എന്നെ നാണം കെടുത്തുവോ എന്നുള്ള ആ ഒരു തോന്നൽ ഉള്ളിലുണ്ടെന്നത്. ഞാൻ നോക്കിയിട്ട് നാണം കെടുത്തതിനെ പറ്റി ഉള്ള തെറാപ്പികൾ പല വിധത്തിൽ ആലോചിച്ച് നോക്കിയിട്ട് പുള്ളിക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഇനിയെങ്കിലും നിങ്ങൾ പറ, നിങ്ങളുടെ ഇഷ്യൂ എന്നാന്ന് പറ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ പറയാ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കല്യാണത്തിന് മുമ്പ്, ഇപ്പൊ 60 വയസ്സുണ്ട്, കല്യാണത്തിന് മുമ്പ് 4 വയസ്സ് താത്തിപ്പറ. ഈ ഇടയ്ക്ക് ആധാർ കാർഡ് ഒക്കെ എന്തിനോ കാര്യത്തിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ആധാർ കാർഡിലെ പ്രായവും ഈ പ്രായം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ അതിൻ്റെ പേരിൽ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം, എൻ്റെ വയസ്സ് ഞാൻ കൂട്ടിയാ പറഞ്ഞെന്നൊക്കെ അറിയാം. എന്നാലും സമൂഹത്തിലുള്ള നാട്ടുകാരൊക്കെ ഞാനൊരു പുണ്യവതിയാന്നുള്ള ധാരണ, ഞാൻ പുണ്യവതിയാണ്, എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇത്ര വലിയൊരു നുണ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് കഴിയുമ്പം അവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇതാ ഞാൻ പറഞ്ഞത്, അവരെന്ത് വിചാരിക്കും? മൈൻഡ് റീഡിങ് എന്നുള്ള ദോഷമാണ് കേട്ടോ. മൈൻഡ് റീഡിങ് എന്ന് പറയും, സൈക്കോളജി അറിയാവുന്നവർക്കറിയാം. അപ്പം മറ്റുള്ളവർ എന്ത് എന്നെ പറ്റി വിചാരിക്കും ഇല്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിട്ടില്ലേ, ഇപ്പൊ നിങ്ങൾ തന്നെ ഈ വീഡിയോ ഓപ്പൺ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? എൻ്റെ മുഖം അവർ കാണുമ്പം അവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ ചിന്തയെപ്പറ്റി നിങ്ങൾ ഗുണ്ടീതപ്പെടുന്നുണ്ടേ? ഇതുപോലെ എത്രയോ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. യു കുഡ് നെവർ ബിക്കം എ മാസ്റ്റർ ഓഫ് ദ മൈൻഡ്. യു ആർ എ സ്ലേവ് ഓഫ് ദ മൈൻഡ്. അപ്പൊ ഈ 6 ദിവസം കൊണ്ട് നമ്മളെ ലക്ഷ്യമിടുന്നത് നിങ്ങളെ ഈ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും നിങ്ങളെ പോസിറ്റീവ് തലത്തിലേക്ക് എത്തിക്കാനുള്ള സൂത്രവിദ്യകൾ നിങ്ങൾ മനസ്സിലാക്കിക്കാന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ 6 ദിവസത്തെ ക്ലാസ് കേട്ടത് കൊണ്ട് നിങ്ങളുടെ പുണ്യാളത്തി ആവത്തില്ല. എൻ്റെ അടുത്ത് വന്ന ഒരു സ്റ്റുഡൻ്റ്, ഒരു 17 വയസ്സുള്ള ഒരു സ്റ്റുഡൻ്റ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലല്ല പറയുന്നത്, പുണ്യവാൻ എന്നുള്ള വാക്ക്. നീതിമാൻ വരെ ബൈബിളിൽ എവിടെ എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ കുട്ടി എന്നോട് പറഞ്ഞ്, എഴുതിയിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, സാറേ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നീതിമാൻ വരെ. ഇതൊക്കെ ഉണ്ടായ കാര്യമാട്ടോ, ഞാൻ പറയുന്ന മുഴുവനും ഉണ്ടായ കാര്യങ്ങളാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന പുസ്തകം വായിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പുസ്തകം വായിച്ചിട്ടുള്ളതാണ് ഞാൻ നോട്ട് നോക്കി നിങ്ങളോട് പറയണ്ടേ. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയാ, ഓർത്തിരിക്കുന്നതാണെങ്കിൽ മറന്നുപോകും, ക്ലാസ് എടുക്കുമ്പോൾ മറന്നുപോകും. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, നീതിമാൻ വരെ സാറേ 7 പ്രാവശ്യം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ പോലെയുള്ള ചീത്ത കുട്ടികള് ഒരു 70 തെറ്റെങ്കിലും ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിന്റെ പ്രശ്നം എന്നാ? അല്ല സാറേ, അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങ് മരിക്കാന്ന് വിചാരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? വിശ്വാസം അനുസരിച്ച് എങ്ങോട്ടാ പോകുന്നത്? ചോദിക്കും, നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ ഇവിടെ ആരും തലകറങ്ങി വീണേക്കരുത് കേട്ടോ. വിശ്വാസം അനുസരിച്ച്, ഈ കുട്ടി പറഞ്ഞ അനുസരിച്ച് നേരെ നരകത്തിലേക്ക് പോകും. ഇത് കുട്ടി വിശ്വസിച്ചു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എനിക്കറിയത്തില്ല, ആരും ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനിങ്ങനെ കിടന്നത് ഉരുണ്ടു, അല്ലാണ്ട് വേറെ എന്ത് പറയാൻ പറ്റും എന്നെ കൊണ്ട്? ഇല്ല സാറേ, ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകും.
അപ്പോൾ അവിടെ ഒരു സൈക്കോളജി പിന്നെ അവിടെ നടക്കില്ല. വിശ്വാസം കയറി പിടിച്ചില്ലേ? വിശ്വാസത്തിന് മുകളിൽ എന്ത് സൈക്കോളജിയാണ് നടക്കുന്നത്? സൈക്കോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് ദ മൈൻഡ് ആണ്. വിശ്വാസം എന്ന് പറയുന്നത് മൈൻഡ് ഇല്ലാത്തവർക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ വിശ്വാസത്തെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും സൈക്കോളജി പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, വിശ്വാസവും സൈക്കോളജിയും രണ്ടും രണ്ടാണ്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ വിശ്വാസത്തിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജി. ഇത് രണ്ടിനെയും കൂടെ ഇടയ്ക്ക് രണ്ട് പാലത്തെയും കൂടെ കാല് ചവിട്ടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഈ ലേഡിയെ ഞാൻ മാനേജ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലേക്ക് വരാം. എന്നിട്ട് ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ആ കുട്ടി ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട്. സൈക്കോളജിയുടെ പ്രശ്നമൊന്നും അല്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുള്ളതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. സൈക്കോളജി പഠിച്ചതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല. സൈക്യാട്രിക് പേഷ്യൻ്റ് ആകാണ്ടിരുന്നാണ്. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ സൈക്കാട്രിക് പേഷ്യൻ്റ് ആയിട്ട് മാറും. അതാണ് സത്യം. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കും. സൈക്കോളജിനെ സൈക്കോളജിയുടെ ലെവലിൽ വെക്കണം, വിശ്വാസത്തിൻ്റെ ലെവലിൽ വെക്കണം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇപ്പോൾ ബുക്കിലിരിക്കുന്ന കാര്യങ്ങളല്ല. അതിന് പറയും കീപ് ഇൻ പ്ലേസ് എന്ന് പറയും. കീപ് യുവർ ബിലീഫ് ഇൻ പ്ലേസ്. കീപ് യുവർ സൈക്കോളജി ആൻഡ് യുവർ ഇൻഫർമേഷൻ ഇൻ പ്ലേസ്. അത് ഇരിക്കേണ്ട സ്ഥാനത്ത് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ സ്ത്രീയായിട്ട് ഞാൻ ഡീൽ ചെയ്ത് അങ്ങനെയാണ്. ആ ഇരിക്കേണ്ട സ്ഥാനത്ത് കാര്യങ്ങളെ ഞാൻ വെച്ചു. ഉടനെ ആ സ്ത്രീ എൻ്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സാറേ, എൻ്റെ കഴിഞ്ഞ 30 വർഷം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഈ ഐഡിയ എനിക്ക് ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായി? ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ മകൾക്ക് ഡൽഹി നാളെ ഇന്റർവ്യൂ ഉണ്ട്. ചെന്ന് കഴിഞ്ഞാൽ ജോലി ഷുവറാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്ന ടിക്കറ്റ് ഇല്ല. അപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരാൾ പറയാം, ടിക്കറ്റ് ഞാൻ തരാം, 100 രൂപയുടെ ടിക്കറ്റാണ്, 110 രൂപ തരാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ കൊടുക്കുമോ? തീർച്ചയായും ഞാൻ കൊടുത്തിരിക്കും സാറേ എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇതാണ് ജീവിതം. തമ്പുരാൻ കർത്താവ് വരെ അവിടെ ക്ഷമിക്കും. NLP പറഞ്ഞിട്ട് there is a positive intention underlying every behavior എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ ഒരു സദുദ്ദേശം ഉണ്ട്. നിങ്ങളുടെ അപ്പൻ അമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ തല്ലി, അവര് നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തല്ലിയത്. അല്ല, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ കൗൺസിലിങ്ങിനെ നമ്മൾ കാണേണ്ടത്. കൗൺസിലിങ്ങിന്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ, നിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റിന്റെ ഒരു കൗൺസിലിന്റെ അടുത്ത് വരുന്ന ആളിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അവന്റെ ആയിരിക്കുന്ന അല്ലെ അവളായിരിക്കുന്ന ടെൻഷനിൽ നിന്ന് അവരെ വിമുക്തനാക്കുക എന്നുള്ളത്. അതാക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡ് മാസ്റ്ററിയും കൂടെ അറിഞ്ഞിരിക്കണം. അതാണ് ഈ പറഞ്ഞോട്ട് വന്നതിൻ്റെ കാര്യം. ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഇനിയിപ്പോ എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട്, സാറിന് എങ്ങനെ ടപ്പെന്ന് ഇതിന്റെ ആൻസർ കിട്ടുന്നത്? പല ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടില്ലേ, റിയലൈസേഷൻ വന്നിട്ടുണ്ടെന്ന്. ഈ റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്, വേറൊന്നുമല്ല. ചെയ്യേണ്ട ഉത്തരം കൃത്യമായിട്ട് അപ്പോൾ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആധികാരികമായിട്ട് പറയാം, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന എവിടുന്ന? മെമ്മറിയിൽ നിന്ന്. മെമ്മറി എവിടുന്നാ കിട്ടിയത്? നിങ്ങളുടെ അറിവിൽ നിന്ന്. അറിവ് എവിടുന്നാ കിട്ടിയത്? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന്. പക്ഷെ മെമ്മറി എന്ന് പറയുന്നത്
ചിന്തയായിട്ടാണ് വരുന്നത്. ചിന്ത എപ്പോഴും നിങ്ങൾക്ക് കിട്ടുമോ? ടെൻഷൻ വന്നു കഴിയുമ്പോൾ ചിന്തയെല്ലാം പോയില്ലേ? നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം നടത്തിക്കൂ. കുറച്ച് കഴിയുമ്പം ചിന്ത നേരെ തിരിഞ്ഞു പറയും. ചിന്തയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളിപ്പോൾ കടയിൽ പോകുമ്പോൾ ഒരു സാധനം വാങ്ങിച്ച് പൈസ കൊടുത്തു കഴിയുമ്പോഴേ തന്നെ മനസ്സ് പറയും, ശോ, ഇത് വാങ്ങണ്ടായിരുന്നു, ഇതിൽ ലാഭമായിട്ട് അവിടെ കിട്ടുമായിരുന്നു. ബാർഗെയിൻ ചെയ്ത് മേടിച്ചു. കുറച്ച് കഴിയുമ്പോൾ അയ്യോ, ഇച്ചിടെ ബാർഗെയിൻ ചെയ്യാമായിരുന്നു, 10 രൂപയുടെ ലാഭം കിട്ടുമായിരുന്നു. ഷെയർ മാർക്കറ്റിൽ പോകുന്ന ആളോട് ചോദിച്ചാൽ മതി, വിറ്റ് കഴിയുമ്പോഴേ പറയാം, അയ്യോ, വിൽക്കണ്ടായിരുന്നു, വേണം പിറ്റേ ദിവസം വില കൂടി. എല്ലാ കാര്യവും അങ്ങനെ. ഇതാണ് ചിന്തയുടെ ഒരു പ്രത്യേകത. ചിന്തിച്ചാൽ നിങ്ങൾ അപ്പോഴേ കുഴി വീഴും. പിന്നെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. അതാരെ കാണിക്കുന്നത്? തലച്ചോറ്. ഇപ്പൊ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ തലച്ചോറുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, ബുദ്ധിയല്ല. ബുദ്ധിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, വേറൊരു ഭാഗം, മൈൻഡല്ല. ഇപ്പൊ മൈൻഡിന്റെ അധിപനാകുക എന്ന് പറഞ്ഞാൽ മൈൻഡിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. പിന്നെ എന്താണുള്ളത്? ബ്രെയിൻ മാത്രമേ ഉള്ളൂ. ബ്രെയിൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. അതങ്ങ് ചെയ്തേച്ചാൽ മതി. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. ഒരു സെക്കൻഡ് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ മൈൻഡ് കയറി ഇടപെടും. മൈൻഡ് ഇടപെട്ട് കഴിഞ്ഞാൽ മൊത്തം കുളമാണ്. നിങ്ങൾക്ക് വിശപ്പ് വരുമ്പം TV കണ്ടോണ്ടിരിക്കുമ്പം വിശപ്പിന്റെ സമയമാകും 1 മണി. അപ്പോഴേ വിശപ്പ് വന്നു, അപ്പോഴേ മൈൻഡ് കയറി ഇടപെടും. ഈ സിനിമ അങ്ങ് കഴിയട്ടെ. മൈൻഡ് ഇടപെട്ടു, ചിന്ത വന്നു, പിന്നെ ബ്രെയിൻ കൈ കഴുകി, നിന്റെ സൗകര്യം പറയാൻ പറ്റും. ബ്രെയിൻ രണ്ടാമതൊരു വിശപ്പുണ്ടാക്കത്തില്ല. ഒരു പ്രാവശ്യം മാത്രമേ ബ്രെയിൻ നിന്നെ പ്രോംപ്റ്റ് ചെയ്യൂ. തീർന്നു. അപ്പം മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. എവിടെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? യു ആർ റെക്കോർഡിങ് ഇൻ യുവർ ബ്രെയിൻ. നിങ്ങൾ പണിയാൻ പോകുന്നൊരു വീട്, പഠിക്കാൻ പോകുന്നൊരു ഡിഗ്രി, പാടാൻ പോകുന്നൊരു പാട്ട്, ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തി ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈൻഡ് മാസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ ഒന്നുമില്ല, പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുക ചെയ്യും. ഇതാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതാണ് ഹിപ്നോതെറാപ്പി. എനിവേ, സ്റ്റാൻഡേർഡ് ഹിപ്നോതെറാപ്പിയും കൂടെ ഞാനത് കാണിച്ചു തന്നേക്കാം. കാരണം നിങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വന്നത്. അതുകൊണ്ട് ഇനി അത് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോ ഞാനൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇതായിരുന്നു ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആ മെസ്സേജിൽ ഞാൻ എഴുതിയിരുന്ന ഹിപ്നോതെറാപ്പി ഇൻ മൈൻഡ് മാസ്റ്ററി. ഞാനിത് ശ്രദ്ധിച്ചുണ്ടാക്കി. ഏതായാലും ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ കുറെ മുള്ളുള്ള ചെടികൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഇപ്പം നിങ്ങളുടെ എൻ്റെയൊക്കെ മനസ്സ് കേട്ടോ. ഫിൽഡ് വിത്ത് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, സങ്കടം, പേടി, ഈ പറഞ്ഞ മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇപ്പോൾ നിങ്ങളുടെ എൻ്റെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. കുറേ മുൾച്ചെടികൾ. ഇതും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇത് നടക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നോ അവിടെ എല്ലാ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ദേഷ്യപ്പെടും, സങ്കടപ്പെടും, അസൂയപ്പെടും. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നിങ്ങളുടെ കൂടെ ആരൊക്കെ ജീവിക്കുന്നോ
അത് വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സ്, പള്ളിയിലാണെങ്കിൽ പള്ളിയിലുള്ള മറ്റു മെമ്പേഴ്സ്, മഠത്തിലാണെങ്കിൽ മഠത്തിൻ്റെ മറ്റു മെമ്പേഴ്സ്, സമൂഹത്തിലാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ അടുത്ത നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അവരെല്ലാം നാടൻ ഭാഷ പറഞ്ഞാൽ അനുഭവിക്കും. നെഗറ്റീവ് മീനിങ് ആയിട്ടോ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അവർ സഹിക്കും. എന്നിട്ട് നിങ്ങളൊക്കെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ പറയും, ഇങ്ങനെ കാണിക്കും, ബ്ലേഡ് വെക്കും. ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ് ബ്ലേഡ് വെക്കാന്ന് പറയും. എടാ അവനെ സൂക്ഷിച്ചു, അവൻ ബ്ലേഡ് വെക്കും, നിന്റെ കഴുത്ത് വെട്ടി രണ്ടാക്കും. പല മീനിങ് അതിനുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം ഈ മൈൻഡ് മാസ്റ്ററിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പറിച്ചു കളയും. മൊത്തം പറിച്ചു കളഞ്ഞ് കളവൊരുക്കും. ഒരുക്കിയിട്ട് സീഡ് ഇടും. നല്ല എന്തിൻ്റെ സീഡ് ഇടും? പഴവർഗ്ഗങ്ങളുണ്ടാകുന്ന ചെടികളുടെ, പൂക്കളുണ്ടാകുന്ന ചെടികളുടെ സീഡ് ഇടും. എന്നിട്ട് വെള്ളം ഒഴിക്കും, തണൽ കുത്തും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഇവിടെ ഉണ്ടാവും ഫലവൃക്ഷങ്ങള്, ചെടികള്, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാം ഉണ്ടാകും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ചെയ്ത് പുതിയ ചിന്തകളെ സ്ഥാപിക്കുന്ന പണികളാണ്. ഇനി എന്താണ് മൈൻഡ് മാസ്റ്റർ? എൻ്റെ ഒരു ഡെഫിനിഷൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി പിടിച്ചു കിടന്നിരുന്ന നെഗറ്റീവ് ചിന്തകളെയെല്ലാം അവിടെ നിന്ന് എടുത്തു കളയുകയും ഒപ്പം പോസിറ്റീവ് ചിന്തകളെ ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുവാനുള്ള സയൻസാണ് മൈൻഡ് മാസ്റ്ററി. ഏതാണ്ട് പിടികിട്ടില്ല. ഇതിനെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ ഹിപ്നോതെറാപ്പിക്ക് റെഡി ആകുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. യു ഷുഡ് ട്രസ്റ്റ് ഇൻ മീ, യു ഷുഡ് ട്രസ്റ്റ് ഇൻ മൈൻഡ് മാസ്റ്ററി എന്ന് യു ഷുഡ് ട്രസ്റ്റ് ഇൻ ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ള ഇടപാട് പറയാം. നിങ്ങൾ എൻ്റെ ചില വാക്കുകൾ കൊണ്ട് നിങ്ങളൊരു ട്രാൻസ് ലെവലിലേക്ക് പോകും. ഈ ട്രാൻസ് ലെവൽ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം താഴെ കുടിച്ചു കഴിഞ്ഞിട്ട് കട്ടിലെ പോയി പതുക്കാതൊക്കെ കിടക്കുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഒരു മയക്കത്തിലേക്ക് പോകുക അല്ലേ? ആ സ്റ്റേറ്റിനാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ട്രാൻസ് ലെവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ ഈ പറഞ്ഞ, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ നേരത്തെ ക്രിട്ടിക്കൽ മൈൻഡ് ഇല്ലായിരുന്നല്ലോ, കാരണം എൻ്റെ മുഖത്തൊക്കെ നോക്കിയിരുന്നുണ്ട്. അപ്പം അതേ അവസ്ഥയിലോട്ട് നിങ്ങളാകും ഒരു മയക്കത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ക്രിട്ടിക്കൽ മൈൻഡ് ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായി കഴിയുമ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, വീട് പണിയുന്ന കാര്യങ്ങൾ, ഫ്രിഡ്ജ് വാങ്ങുന്ന കാര്യങ്ങൾ, എന്താണോ അത്, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചു വിടുന്ന കാര്യങ്ങൾ, മകനെ കാനഡയ്ക്ക് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ, എന്തും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസൊക്കെ കുറേ, അല്ലെങ്കിൽ ഭാര്യയുടെ ഹാബിറ്റ്സ് ഒക്കെ ഇല്ലാതാക്കുന്ന, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇപ്പം ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ സന്തോഷത്തിൽ ഇരിക്കുന്നതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ആ തരത്തിൽ നമ്മൾ ഇരിക്കും. വീടിനെ പറ്റി, വീട് പണിയാനുള്ളതാണെങ്കിൽ വീട് പണിയുന്നതൊന്നും നിങ്ങൾ കാണാൻ പോകരുത്. അതൊക്കെ നടന്നോളും. അതൊക്കെ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം ചെയ്തോളും. നമ്മൾ വേണ്ടത് മാത്രം കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നമ്മളൊക്കെ കിട്ടിയതായിട്ട് നമ്മൾ കാണും. മകളെ കല്യാണം കഴിച്ച് വിട്ടതായിട്ട്, അല്ലെങ്കിൽ കല്യാണ പന്തലിൽ അവൾ നിൽക്കുന്നതായിട്ട് കാണും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കിട്ടിയതായിട്ട് ആ എങ്കിൽ മാത്രമല്ല സന്തോഷം കിട്ടുള്ളൂ. വീട് പണിയുന്നതാണെങ്കിൽ വീട് പണിത് അവിടെ താമസിക്കുന്നതായിട്ട്, എങ്ങനെ താമസിക്കുന്നതായിട്ട്, ഭാര്യയും കുട്ടികളും അല്ലെ ഭർത്താവും കുട്ടികളും മക്കളും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കുടുംബം ഇമ്പം ഉള്ളത്,
അതായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡ്, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ചിന്തയിൽ ഇരിക്കുന്നതുകൊണ്ട്, ഈ വിഷ്വലൈസേഷൻ ഇരിക്കുന്നതുകൊണ്ട് അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോണത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അത് മുഴുവൻ ക്ലീൻ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആ മുള്ളിന്റെ ഇടയ്ക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെല്ലും, പക്ഷെ ആ മുൾച്ചെടികളെല്ലാം കൂടെ ഇതിനെ ഞെരുക്കിക്കളയും. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളിപ്പോ തെറാപ്പി ഇത് ചെയ്യും, ഹിപ്നോതെറാപ്പി ചെയ്യും, പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് എങ്ങോട്ടാ? ഈ മുൾച്ചെടിയുടെ ഇടയ്ക്കേക്കാണ്. അപ്പൊ അത് ഏക്കുകയല്ല. രാവിലെയോ നെക്സ്റ്റ് ഡേയോ നേടുമ്പോൾ അതവിടെ കിടന്ന് കരിഞ്ഞ പാടിയും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏതായാലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സാധനം എത്തും. പക്ഷേങ്കിൽ പിന്നീട് നിങ്ങളുടെ മനസ്സ് ക്ലീൻ അല്ലെങ്കിൽ അവിടെ കിടന്ന് കരിഞ്ഞ് അത് ചത്തുപോകും. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് ഇപ്പം ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് നോക്കിക്കൊണ്ടാൽ മതി. ഏതായാലും രാത്രി നിങ്ങൾ ക്ലീൻ ആവും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തൊട്ട് ക്ലിയർ ആയിട്ട് അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, സാറേ എനിക്ക് ഒരാളുടെ ഒരു അസൂയുണ്ട്, എനിക്കൊരു കാര്യത്തിൽ പേടിയുണ്ട്. അപ്പം നമ്മൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഞാൻ ക്ലിയർ ആക്കി തരാം. അങ്ങനെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിൽ കൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൗൺസിലേഴ്സ് എന്നെ പോലെ ഞാൻ ചെയ്യുന്ന പോലെ കൗൺസിലേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ കൗൺസിലർ എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്ന ആളുടെ അടുത്തൊന്നും പോയിട്ട് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എനിക്ക് ആകെ ഗ്യാരണ്ടിയുള്ളൂ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ക്ലിയർ ആക്കും. ഇപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്ന എന്നെ പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, എൻ്റെ അടുത്ത് വന്ന എല്ലാവരുടെയും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. ഇല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് അവർക്കത് നടക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞാൽ ചില അബദ്ധങ്ങളൊക്കെ പറ്റി അവരുടെ ഭാഗത്ത് നിന്ന് ഓപ്പണപ്പ് ആകാത്തതിൻ്റെ പേരത്തില്ല ഞാൻ ഡാർക്കൻസിലായിരിക്കും, നമുക്കപ്പോൾ തെറാപ്പി ചെയ്യാൻ പറ്റില്ല, ഏക്കയില്ല അങ്ങോട്ട്. അപ്പൊ അങ്ങനത്തേനെ കുഴപ്പം എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓപ്പണപ്പ് ആകുന്നവർക്ക് NLPക്ക് നിങ്ങൾ ഓപ്പണപ്പ് ആകേണ്ട ആവശ്യമില്ല. പക്ഷെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി മിസ്ഗൈഡഡ്. അപ്പൊ നിങ്ങൾക്ക് ഇതാണെന്നുള്ള ധാരണ നമ്മൾ തെറാപ്പിയിലോട്ട് കടന്നു കഴിയുമ്പോൾ സംഗതിയൊക്കെയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഏതായാലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സാധനം ചെല്ലും. അവിടെ കാണുന്ന ഫെർട്ടൈൽ ലാൻഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല, വളമുണ്ടോയെന്ന് അറിയത്തില്ല, അവിടെ മുൾച്ചെടി ഉണ്ടോയെന്ന് അറിയത്തില്ല, ബാക്കി കാട് കയറി കിടപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഈ ഇടയ്ക്ക് കയറാൻ പോകും. അപ്പോൾ പിന്നീട് നാളെ മുതൽ ഇത് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ. ഏതായാലും ഇത് കഴിയുമ്പോഴേ നിങ്ങളെല്ലാം ഏറ്റുപോകുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞേക്കാം, മൈൻഡ് മാസ്റ്ററുടെ ക്ലാസ് നിങ്ങൾ ആരെങ്കിലും ചേരുന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ വൈകുന്നേരം 8:30ക്കാണ് തുടങ്ങാൻ പോകുന്നത്. നാളെ 12 മണിയാകുന്നവരെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്, 3500 രൂപ. 12 മണി കഴിഞ്ഞാൽ 4000 രൂപ ആയിരിക്കും. കാരണം ഇതിൻ്റെ റേറ്റ് പണ്ട് മുതലേ 4000 രൂപയാണ്. കഴിഞ്ഞ കോവിഡ് തുടങ്ങിയ അന്ന് മുതൽ ഇത് നമ്മൾ സൂമിക്കട നടത്തുന്ന 4000 ഇട്ടിട്ടാണ്. ഇല്ലെങ്കിൽ അതിന് 5000 രൂപ ആയിരുന്നു നേരിട്ട് നമ്മൾ നടത്തുന്നതിന്. ഓക്കെ, എനിവേ, കാരണം അതൊരു 8 വർഷം മുമ്പുള്ള റേറ്റ് ആണ് ഇപ്പോഴും ഈ 4000 റുപ്പീ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ബൈ. അപ്പോൾ അത് അയക്കേണ്ടത് എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ സ്റ്റീഫൻ സാറാണ് ഇതിൻ്റെ എൻ്റെ വേറൊരു കോർഡിനേറ്റർ, കുട്ടിയുടെ പേരിൽ അയച്ചാലും മതി. ഓക്കെ, എനിവേ, അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൂ. ഇതിൻ്റെ ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചോണം കേട്ടോ. എല്ലാവരും അങ്ങ് കണ്ണടയ്ക്കണം. ബാക്ക് റെസ്റ്റ് ഉള്ള കസേരയിലേ ഇരിക്കാവുള്ളൂ, ചാരി ഇരിക്കണം. ഇനി മനസ്സിൽ ഇപ്പൊ തന്നെ കണ്ണടച്ചോളൂ. മനസ്സിൽ ഇപ്പൊ സ്വയം പറയണം, ഞാൻ ഈ സാറിന്റെ സഹായത്താൽ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിലുമായിട്ട് ബന്ധപ്പെടാൻ പോവുകയാണ്. ഹിപ്നോതെറാപ്പി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കണ്ട, അത് ഉപയോഗിച്ച് കൺഫ്യൂഷൻ വരും.
കാരണം നിങ്ങൾ കേട്ടിരിക്കുന്ന ഹിപ്നോതെറാപ്പി ഒന്നും ആയിരിക്കില്ല എൻ്റേത്. സാറ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറാൻ പോവുകയാണ്. ഐ ട്രസ്റ്റ് ദി സ്റ്റേറ്റ്മെന്റ്. എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും, ഇനി ഞാനെന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളാകട്ടോ, നിങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ നീ എന്നുള്ള വാക്കും ഉപയോഗിച്ചാൽ അപ്പോൾ കുഴപ്പമില്ല. നിങ്ങളുടെ ആരുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ നീ മീൻസ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റാ കേട്ടോ. തമ്പുരാൻ കർത്താവിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് നീ എന്നാ. നിന്റെ രാജ്യം വരണം എന്നാണല്ലോ പറയുന്നത്. ആ നീയാ കേട്ടോ. വിത്ത് ഡ്യൂ റെസ്പെക്ട് നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇപ്പോൾ ഈ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സീഡായിട്ട്, ഒരു പഴവർക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൂച്ചെടിയുടെ സീഡായിട്ട് വീഴാൻ പോവുകയാണ്. അത് അവിടെ കിടന്ന് ആ നനവുള്ള മണ്ണില്, വളക്കൂറുള്ള മണ്ണില് വേരുകളൊക്കെ ഉണ്ടായി അത് വളർന്ന് അതിൽ പൂവും കായൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അതായിരിക്കും ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത്. ഐ ട്രസ്റ്റ് ഇൻ മൈസെൽഫ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. എന്നിൽ ഈ ഒരു നല്ല കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ നടക്കാൻ പോകേണ്ട ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം. മനസ്സിലെന്തെങ്കിലും, ഞാൻ മുമ്പേ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കണം കേട്ടോ. മറ്റുള്ളവരിൽ മാറ്റം വരണമെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ ചിന്ത, എൻ്റെ പവർഫുള്ളായിട്ടുള്ള ചിന്തകളിൽ അവരിൽ ആക്റ്റഡ് ആകും. അപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം. അപ്പം ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരിൽ മാറ്റം വരേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. അത് അവർക്ക് വേണ്ടിയിട്ട്. ഇനി ലോകത്തിന് വേണ്ടിയിട്ടാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിനെ അങ്ങനെ കാണും. ഇനി എൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ കാണും. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളതാണ് ഈ അങ്ങനെ കാണും. ഇറ്റ് ഈസ് അപ് ടു യു. ആത്മാർത്ഥമായിട്ടത് കാണണം. എനിക്ക് കിട്ടുന്ന മെച്ചം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് കിട്ടുന്ന മെച്ചം കൊണ്ട് അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ രാജ്യത്തിനും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഗുണകരമായിരിക്കണം എന്നുള്ള ഉദ്ദേശം കൂടെ അതിനകത്ത് വെക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് വന്നാൽ അപ്പം തന്നെ അത് കാടാം, അതങ്ങോട്ട് കയറിയാലോ, സീഡ് അതിൻ്റെ അകത്ത് വളരുകയല്ല. ആ ലക്ഷ്യത്തിലായിരിക്കണം. ഞാനിപ്പോൾ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ആ ഡിഗ്രി കൊണ്ട് എനിക്ക് മാത്രമല്ല, എനിക്കും കിട്ടും, അതുപോലെ എല്ലാവർക്കും ആ ഗുണം കിട്ടുകയും ചെയ്യണം. ആ ഒരു ചിന്ത, സ്ട്രോങ്ങായ ഒരു ചിന്ത വരണം. ചാരിയിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഇനി കണ്ണുകളുടെ പോളകളിലേക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ കൺപോളകൾക്ക് ഒരു ചെറിയൊരു ഭാരം വരെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കണ്ണുകൾ സാവകാശം റിലാക്സ് ചെയ്യാൻ തുടങ്ങിയതാണ്. So slowly your eyes are relaxing now. ആ റിലാക്സേഷൻ നിങ്ങളുടെ കവിൾത്തടത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് ആ റിലാക്സേഷൻ വരികയാണ്.
So your lips are relaxing now. Your chin is relaxing. Your neck is relaxing. Your right hand is relaxing. Your left hand is relaxing. Chest is relaxing. Back side of your chest is relaxing. Your stomach is relaxing. Back side of your stomach is relaxing. Abdomen is relaxing. Back side of your abdomen is relaxing. Genitals are relaxing. Buttocks is relaxing. Right thigh muscles are relaxing. Calf muscles are relaxing. Right foot is relaxing. Left thigh muscles are relaxing. Calf muscles are relaxing. Left foot is relaxing. Your body is externally relaxed. Appendix is relaxing. Kidneys are relaxing. Lungs are relaxing. Liver is relaxing. Heart is relaxing. Brain is relaxing. All internal organs are relaxed. Your body is relaxing, but mind is alert. Now you can see a whiteboard in front of you. There are numbers written on that board from 1 to 100 on that board. When I say 1, you'll be seeing 100. When I say 2, you'll be seeing 99. But as I say 3, all the numbers will vanish. 1, 2, 3. All numbers vanish now. That means you are gone into very deep relaxation. Now you are standing on a sea beach in the evening. You can see the red colored sun and the red colored clouds. And as you are watching the sun slowly setting down, you could hear the roaring sound of the waves. And the waves are coming towards you and splashing water on you. Your body is becoming wet now. And as these waves are going down, the sand is slipping under your feet. And you are getting a tickling effect now. There are many people there, they are all very happy. And you are also extremely happy now. And as you are watching the sun slowly setting down, you could see all around is becoming darker and darker and darker. And slowly it has become night now. When you are looking up, you can see the glittering stars and the beautiful moon. And as you are watching the glittering stars and the beautiful moon, your body is becoming lighter and lighter and lighter. And slowly your body is moving up. Now your body is moving up between the glittering stars and the beautiful moon, like a helium balloon,
Again, you are moving up, up, you reach the top of the sky. And right in front of you, you can see a beautiful door. And the door is opened. And the door is the door of the heaven. And now you are right inside the heaven now. And your God, the angels, the saints, they are all there. And you are getting all the blessings from God. You are fully blessed. Your mind is becoming very clean, extremely clean, and very happy. മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തത. മനസ്സ് ശാന്തമായി, മൊത്തം റിലാക്സായി. You got all the blessings. You have become extremely a powerful person, a confident person. And you are very happy there. Extremely happy there. Now I'll be counting from 1 to 3. On count of 3, you'll be slowly coming down. 1, 2, 3. You are slowly coming down. Slowly, slowly. Very slowly you are coming down. Slowly you are coming down. Yes, now you are down. You reach down now. You are extremely confident now, very courageous and very happy person. You are a healthy person, handsome and beautiful person, very confident. You are a loving person, and you are extremely a nice person. You are good for everyone, very capable. You can take right decisions. And whatever you plan, you can get it done. Your thoughts are extremely good, very creative thoughts, very creative power you have got. Now I'll be counting from 1 to 10. On count of 10, you'll be slowly opening your eyes with a confident look and a smiling face. And next time when I relax you with your permission, you will be able to go into deep relaxation 10 times faster than this and 10 times deeper than this. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Slowly you can open your eyes. എല്ലാവർക്കും സാവകാശം കണ്ണ് തുറക്കാവേ. ചിലരൊക്കെ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ കിടന്നു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഉറങ്ങാൻ കിടന്നപ്പം നിങ്ങൾ ആദ്യം
മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് ഉറക്കത്തെ സാധാരണ ഈവനിങ് ചെയ്യുന്നത് തന്നെയാണ്. ഈ ചിന്തയിൽ നിങ്ങൾ കിടക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതാണല്ലോ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് പുറത്ത് കിടക്കാനുള്ള സൂത്രവിദ്യകളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വേണമെങ്കിൽ ചേമ്പല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ചേമ്പല വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കല. പിന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആര് വെടിവെച്ചാൽ ഏക്കുകയില്ല. അതൊക്കെ ഒരു മെറ്റാഫോറിക്കലായിട്ട് വേർഡ് മാത്രമേ ഉള്ളൂ. ആ ലെവലിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. നമുക്ക് പറ്റാതെ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ എനർജി നഷ്ടപ്പെടുമ്പോഴാണ്. എനർജി എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ NLP മുമ്പേ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ അണ്ടർലൈങ് എവരി. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് അല്ല. നിങ്ങളുടെ പോസിറ്റീവ് ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ഒരാളെ വഴക്ക് പറയുന്നു, നിങ്ങളുടെ ഉള്ളു നല്ലതാണ് അല്ലേ? അത് വിശ്വാസമായിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യരുത്. ഞാൻ സൈക്കോളജിയുടെ ഭാഗം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നല്ലതേ വരത്തുള്ളൂ. അപ്പൊ അതാണ് NLP പഠിപ്പിക്കുന്നത്. അത് ജെനുവിൻ ആയിരിക്കണം. അത് നിനക്കും നിന്റെ കുട്ടികൾ, നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഗുണകരമായിരിക്കണം. അതിൻ്റെ പേരില്ല ഒരാളുടെ സംഗതിയെ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മോഷ്ടിച്ചെടുത്തിട്ട് വേറെ കൊടുക്കാനല്ല പറഞ്ഞത്. അങ്ങനത്തെ ചിലരൊക്കെ ചെയ്തിരുന്നല്ലോ. അത് ബേസിക്കലി തെറ്റാണ്. അതല്ല പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ടിക്കറ്റ് മേടിക്കാൻ നിങ്ങൾ പോകുന്നു, നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ മകളുടെ ഭാവിയാണോ നിങ്ങൾക്ക് വലുത്? അത് മറ്റേയാൾ ഏതായാലും അത് മേടിച്ചു, അയാൾ ബ്ലാക്കിൽ അത് വിൽക്കുള്ളൂ, അത് മേടിക്കുന്നു. ഇതേ കുട്ടി ഇൻറ്റൻഷൻ. പക്ഷെ നിങ്ങളത് 10 രൂപ കൂടുതൽ മേടിച്ചിട്ട് 15 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് ഗുഡ് ഇൻറ്റൻഷൻ അല്ല. യു ആർ ഹാമിങ്. ഇത് എൻ്റെ പ്രിൻസിപ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ അത് വിടാം. ഇല്ല സാറേ, അത് ദൈവത്തിന് മുമ്പിൽ നിരക്കാത്തതാണ്. വേണ്ട, അപ്പൊ നിങ്ങളത് അത് ചെയ്യണ്ട. യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ ടു ടേക്ക് എ ഡിസിഷൻ. ഇത് ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ചെയ്താൽ മതി. നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നില്ല, നിങ്ങൾ ചിന്തിച്ചിട്ട് എടുത്തതാണെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ കർത്താവ് കാണിച്ചു തന്നിരിക്കും. അത് ചെയ്തോണ്ടാൽ മതി. അതിൻ്റെ അകത്ത് തെറ്റും ശരിയൊന്നുമില്ല. പള്ളിയിൽ പോകുമ്പോൾ എനിക്കിപ്പോൾ ചുമയുള്ള ആളാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ചുമ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകാൻ പാടില്ല. പള്ളിയിൽ പോകുന്നത് എൻ്റെ വിശ്വാസപ്പെട്ടതാണെങ്കിൽ. ഞാൻ എൻ്റെ കാര്യമില്ല പറഞ്ഞ, ഞാൻ കോമൺ ആയിട്ട് കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു വയസ്സിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നു, ആ കുട്ടി മറ്റുള്ളവർക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇത് തെറ്റാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപക്ഷെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കരയുന്ന കുട്ടിയും കൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്ന കുട്ടിയും കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് പള്ളിയിലെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. ആ വട്ടത്തിലുള്ളവരുടെ മുഴുവൻ കോൺസെൻട്രേഷൻ കളയും. അപ്പം നിങ്ങൾ നശിക്കുന്നതിന് പകരം നിങ്ങൾ നശിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ചേരുന്നവർ ഇത് തേടിയ വള്ളിയായിട്ട് ഇതങ്ങ് കേൾക്കുക, അല്ലാത്തവർ അതിനെ പുറത്തേക്ക് തള്ളിക്കളയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഗ്ലാസ് അറ്റൻഡ് ചെയ്യും വന്ന് കഴിയുമ്പോൾ empty ബക്കറ്റ് കൊണ്ടിരിക്കണം.
ക്ലാസ് കഴിയുമ്പോൾ ഇതിനകത്ത് കൊള്ളാത്തതൊക്കെ പുറത്തേക്ക് കളഞ്ഞാൽ കൊള്ളുന്നവിടെ കിടന്നോളൂല്ലോ, നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിനെ പറ്റി ഒരു സംശയവും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഫൈനലാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇനി ക്ലാസ്സിനെ പറ്റിയോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചു. അത് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. സാറേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണെന്ന് വെച്ചാൽ ആയിടും. നിങ്ങൾ കേട്ടതിൻ്റെ ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോണം. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ. കാരണം നമ്മുടെ ഉള്ളിൽ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ കിടപ്പുണ്ട്. We have got all the solutions in our mind. അതെപ്പോഴാണ് കിട്ടുന്നത്? മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ അത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, പിന്നെ നിങ്ങൾ വിട്ടങ്ങ് പോവുകയാണ്. തിരിച്ചു വരവില്ല, നന്മയിലേക്ക് മാത്രമേ പോവുള്ളൂ. ഇനി മനസ്സ് ശാന്തമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിൽ ഒരു ജമ്പിങ്ങും ഇല്ല, ചാട്ടമില്ല, ചാഞ്ചാട്ടമില്ല. ഇല്ലെങ്കിൽ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, നീ ചെയ്യുന്നത് എല്ലാം ശരിയാണ്. പക്ഷെ ചിന്തിച്ചിട്ട് ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോവുകയും ചെയ്യും. പക്ഷെ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ശരിയാണ്, നാളെ അത് ശരിയായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ നാളത്തെ ഒരു ദിവസം വരുമല്ലോ. അപ്പം നീ പിന്നോട്ട് നോക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ചെയ്ത ചില കാര്യങ്ങൾ, അതിൽ ചില കറക്ഷനൊക്കെ കൊടുത്തിട്ട് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതാണ്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. സാർ, ഒരു സംശയം. ചോദിച്ചോളൂ. നമ്മള് രണ്ടു വട്ടം എന്തെങ്കിലും ഒരു തീരുമാനം ഈ നമ്മള് ആരാ പേര് പറഞ്ഞ ആദ്യം? എന്റെ പേര് മേരി തെക്ല. മേരി തെക്ല. ടെസ്ല. കാരണം എൻ്റെ ഇതിൽ പേരുണ്ട്, നിങ്ങളുടെ എൻ്റെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിലുള്ളതാണ്. ഇത് എങ്ങനെയാ ഉച്ചരിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. മേരി ടെസ്ല അല്ലേ? ഓക്കെ, തെക്ല എന്നാണ്. തെക്ല. ടെസ്ല ലായ അല്ലേ? ഓക്കെ, മേരി സായാണ്. തെസ്ത്ര. ഓക്കെ, വാട്ടർ ഇറ്റ്. ഓക്കെ, ടെസ്ല. ഞാനെന്നുള്ള സെന്റൻസ് തുടങ്ങണം കേട്ടോ, നമ്മൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിക്കണം, എനിക്കൊരു തീരുമാനം എടുക്കണം. അല്ലല്ല, അത് തെറ്റിപ്പോയി. അങ്ങനെ പറയരുത്. ഇത് ഹൈപ്പോത്തറ്റിക്കലായിപ്പോ. ഞാനൊരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ്, അല്ലെ തീരുമാനിക്കുന്നു, അങ്ങനെ പറയണം. ആ സമയത്ത് രണ്ടു വട്ടം ചിന്തിക്കണം എന്ന് പറയും. വേണ്ട. അതാ ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒട്ടും ചിന്തിക്കണ്ട. ചിന്തിച്ചാ പോയി. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഇപ്പൊ എംപ്റ്റി ആക്കിയില്ല. അങ്ങനെയാണല്ലോ പറയുന്നതെന്നല്ല പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അത് കിടപ്പുണ്ടായിരുന്നു. അത് പാടില്ല. മൈൻഡിൽ കിടന്നത് വെച്ച് ചോദിക്കാൻ പാടില്ല. മൈൻഡിലൊന്നും ഇല്ല, മൈൻഡ് കാലിയാണ്. ഇതില്ലല്ലോ അപ്പൊ മനസ്സില. ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായോ? നിങ്ങളുടെ മനസ്സ് കാലിയാക്കിയപ്പം അതല്ല നിങ്ങളുടെ അതെ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ലല്ലോ, ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണ്ട. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എങ്കിൽ മാത്രമേ ഇത് സബ് കോൺഷ്യസ് വഴി ചെല്ലുള്ളൂ. വേറെ ആൾക്കാർ പറഞ്ഞത് ഒന്നും ഇല്ലെന്നേ. ഓക്കെ സാർ. ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റിലുള്ള അപ്പൊ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. അത് കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല സബ് കോൺഷ്യസ് ചെല്ലണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് കളകൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി അവിടെ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം താങ്കളുടെ
ടെസ്ല മേരി എന്ന് ഞാൻ പറയാം, മറ്റേ വാക്കെനിക്ക് ശരിക്കും കിട്ടുന്നില്ല. മേരിയുടെ മനസ്സിൽ പഴയ കട കിടപ്പുണ്ട്, അത് കയറിയപ്പോൾ ഉടക്കിയത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ സംഗതി അവിടെ ആ സീഡ് വളരാൻ സമ്മതിക്കില്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. ഇതാണ് മൈൻഡ് മാസ്റ്റർ. നാളെ നിങ്ങളുടെ Yes, ക്ലാസ് sir. വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ മനസ്സിൽ കിടന്ന കാര്യങ്ങളൊന്നും ചോദിക്കരുത്, വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. വേറെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഉള്ള ഇഷ്യൂ എന്തെങ്കിലും പറയാം. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ, ബുദ്ധിമുട്ട്? ഒന്നുമില്ല. ഓക്കെ. ഓക്കെ. അപ്പോ ബിന്ദു, സിസ്റ്റർ ബിന്ദു ആന്റണി 2 വാക്ക് പറഞ്ഞൊന്ന് ക്ലോസ് ചെയ്ത്. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. എന്റെ പേര് സിസ്റ്റർ ബിന്ദു ആന്റണി. ഞാൻ പള്ളിയൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോ ഞാൻ സാറിന്റെ ക്ലാസ് ഇപ്പോ NLP തൊട്ട് ഒരു 3-4 ക്ലാസ് ഞാനിപ്പോ കൂടിയായിരുന്നു. എനിക്ക് ആദ്യം ഉണ്ടായ അനുഭവം എന്ന് വെച്ചാല്, ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ കൂടിയപ്പോൾ ഒരു സാറിന് 2 ദിവസമായിട്ട് എന്തോ ഒരു ഡിപ്രഷൻ പോലെ, മനസ്സിന് എന്തോ ഒരു കനമുള്ള പോലെ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് തലേദിവസം എന്തോ ഒരു എന്താണെന്ന് അറിയില്ലായിരുന്നു, മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരം പോലെ തോന്നിയിരുന്നു ആ ദിവസങ്ങളിൽ. അപ്പൊ ഞാൻ ചൂടുവെള്ളം കുടിച്ചിട്ട് ഞാൻ അന്ന് ക്ലാസ്സിൽ വന്നിരുന്നത്. സാറിനെ പിൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ സാറിനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. സാറിന് സെയിം തന്നെയായിരുന്നു. 2 ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ. പക്ഷെ സാറിനെ ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് തോമസ് സാർ പറഞ്ഞത് ഞാൻ അത്ര അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. ഞാൻ സാറിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞപ്പോ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്കും വളരെ മാറ്റം വന്നിരുന്നു. ഞാൻ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോ ഇപ്പോ എനിക്ക് സാറിന്റെ ക്ലാസ് കൂടിക്കഴിഞ്ഞപ്പോ വളരെയേറെ മാറ്റം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ക്ലാസ് കൂടിക്കഴിഞ്ഞപ്പോ എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ മാറ്റാനുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക്. പിന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നി. എന്റെ അനുദിന ജീവിതത്തിൽ ഇത് കുറേയേറെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ക്ലാസ് കൂടിയ എല്ലാവർക്കും തന്നെ ഇത് വളരെയേറെ പ്രയോജനപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ താഴെ വീഴുന്നത് പേടിച്ചായിരുന്നു. അപ്പൊ വളരെ നന്നായിരുന്നു സാർ. ഇപ്പൊ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു മനസ്സ് എംപ്റ്റി ബക്കറ്റ് പോലെ ആക്കി സാറിന്റെ പുതിയ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ നിമിഷത്തിന് നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ഓരോന്നിനെ നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. ഇനി ആർക്ക്